അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നിനക്ക് അവിടെയായിരുന്നു. എന്തിനാ ആർഗ്യൂ ചെയ്യാൻ പോയെ? ആ, നീ ഡോക്ടർ ആണെങ്കിൽ ആ പണി ചെയ്താ പോരെ, എന്തിനാ ടീച്ചർ ആവാൻ പോയെ? നിനക്കറിയാം അവരെന്താ ചെയ്തെന്ന്? വഴിയിൽ എന്നെ തടഞ്ഞു നിർത്തി എന്റെ ക്യാരക്ടറിനെ പറ്റി മോശമായി ഓരോന്ന് സംസാരിച്ചോണ്ടിരുന്നു. പറയാൻ പുറത്തുനിന്ന് എന്തിനാ നീ ബോയ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നത്, ഞങ്ങൾ എന്തുകൊണ്ടാ ബോയ് ഫ്രണ്ട് ആക്കുന്നില്ല എന്നൊക്കെ. പിന്നെ നിന്റെ രോഹിതേടന്റെ പേരും കൂടി ചേർത്ത് പറഞ്ഞു. എനിക്ക് നല്ല ദേഷ്യം വന്ന് കരുണ നോക്കി ഒന്ന് കൊടുക്കാൻ നോക്കിയപ്പോ നിഖില വന്നെന്റെ കൈ കയറി പിടിച്ചു. പിന്നെ അവൻ എന്റെ കയ്യിൽ അമർത്താൻ തുടങ്ങിയപ്പോ ഒരു മിനിറ്റ്, അവൻ നിന്റെ കൈ കയറി പിടിച്ചിട്ട് നീ എന്താടി പറയാത്തത്? ആ നാർക്ക് എങ്ങനെയാ ധൈര്യം വന്നത്? പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ എന്താ ഉണ്ടായി? സൃഷ്ടി അവരെ കൊണ്ടുപോയില്ലേ? പ്രീത, താൻ അവന്റെ കൈ പിടിക്കേ, എന്നിട്ട് വണ്ടി കയറ്. ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ തന്നെ ഉത്തരം തരണം. സ്വന്തമായിട്ട് ഒന്നും സോർട്ട് ഔട്ട് ചെയ്യില്ല എന്റെ മന്ദബുദ്ധി. സൃഷ്ടി സത്യമാ പറഞ്ഞത്. ഞാനൊരു ഒന്നാന്തര സ്റ്റുപ്പിഡ് ഇഡിയറ്റാണ്. ഞാൻ അവളുടെ ശബ്ദം കേട്ടതാ, പക്ഷെ ഞാൻ കരുതി ഇതെന്റെ തലച്ചോറിന്റെ കളിയാണെന്നാ. ഓ ഗോഡ്, ആ സമയത്ത് അവൾ എന്റെ എത്ര അടുത്തായിരുന്നു. എനിക്ക് അവളെ രക്ഷിക്കായിരുന്നു. അവൾ ഉറപ്പായിട്ടും എന്റെ ശബ്ദം മനസ്സിലാക്കിയിട്ടുണ്ടാവും. എത്ര പ്രതീക്ഷയോടെ ആവും അവൾ എന്റെ പേര് വിളിച്ചിട്ടുണ്ടാവുക. ഞാൻ ഇവിടെയുണ്ട്, ഞാൻ എന്തിനും ചെയ്യുമെന്ന്. പക്ഷേ ഇല്ല, ഞാൻ ശരിക്കും മന്ദബുദ്ധിയാണ്. എനിക്ക് ഇത്ര പോലും ബോധം ഉണ്ടായില്ലേ അവളുടെ ശബ്ദത്തെക്കുറിച്ച് ഓർക്കാൻ, അവരുടെ പിന്നാലെ പോകാൻ. പക്ഷെ ഞാനൊന്നും ചെയ്തില്ല. എന്നിട്ട് ഇങ്ങനെയൊക്കെയായി. ഓ ഗോഡ്, പ്ലീസ് അവളെ രക്ഷിക്കണേ, പ്ലീസ്. ഞാൻ നിനക്ക് വാക്ക് തരാ പ്രീത, ആ നിഖിലിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവൻ നിന്നോട് മോശമായിട്ടാ പെരുമാറിയത്, നിന്നെ അപമാനിച്ചു. അതിന് പകരം ഞാൻ എന്തായാലും ചോദിച്ചിരിക്കും. ഐ പ്രോമിസ്. പ്രീത, പ്ലീസ് താനൊന്ന് കരയാതിരിക്കേ. എനിക്കറിയാം ഈ അവസരത്തിൽ തനിക്ക് സ്വയം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. ബട്ട് ഒന്ന് ശ്രമിച്ചു നോക്ക്. കരയാതിരിക്കെ പ്രീത. ഞാൻ തനിക്ക് ഉറപ്പ് തരികയാണ്, ഞങ്ങൾ സൃഷ്ടിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ കൊണ്ടുവരുമെന്ന്. ഞങ്ങൾക്ക് അങ്ങനെ കഴിയുന്നത് താൻ വിശ്വസിക്കണം. പ്ലീസ് കരയാതിരിക്കേ. പ്രീത, ഒരു കാര്യം പറയട്ടെ, നിന്റെ അനുവാദം ഇല്ലാതെ ആർക്ക് നിന്നെ തൊടാൻ പോലും സാധിക്കില്ല. എന്നിട്ട് ആ നിഖിൽ നിന്റെ കൈ കയറി പിടിച്ചത്. അവൻ ഈ ചെറ്റത്തരം ചെയ്തതിനുള്ള ശിക്ഷ എന്തായാലും കിട്ടും. ഐ പ്രോമിസ് യു. ഏയ്, പ്രേമരോഗിയായ പക്ഷി എവിടെ വരെ പറന്നെത്തി? ഞാൻ 20 മിനിറ്റെത്തും. ഹാവ് പേഷ്യൻസ്. ഏയ്, നീ മുതലെടുക്കാണോടാ? നിന്റെ വണ്ടിയിലെന്താ പെട്രോൾ ഇല്ലേ? നീ ആരെ കൊല്ലാനാണോ കൊട്ടേഷൻ തന്നത്? അതിന് കാശില്ലാത്തത് കൊണ്ട് വണ്ടി വിറ്റ് കളഞ്ഞോ നീ? നിന്റെ പരിഹാസം മുഴുവൻ കഴിഞ്ഞുവെങ്കിൽ നമുക്ക് ജോലിയുടെ കാര്യം സംസാരിക്കാം. ക്യാഷ് ആണ് കൊണ്ടുവരണം, ചെക്കല്ല. 2 മിനിറ്റ് കൊണ്ട് അങ്ങ് എത്താൻ. ക്യാഷ് അറേഞ്ച് ചെയ്യാൻ എന്തായാലും സമയമെടുക്കും. പിന്നെ നിനക്കറിയോ നീ എത്ര രൂപയാണ് ചോദിച്ചതെന്ന്? 15 ലക്ഷം രൂപ. ഇത്രയും പൈസ നീ നിന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? എനിക്കിപ്പോ തോന്നുന്നത് നിന്റെ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ എന്റെ ഉത്തരവാദിത്തമായി മാറിയെന്നാ. അങ്ങനെ എല്ലാ കാര്യങ്ങളും. എടാ നാറി, എടാ നീ ആരെയാ പരിഹസിക്കുന്നത് ഓർത്തോ? നോക്ക്, അല്ലെങ്കിൽ തന്നെ എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അധികം തല ഉരിപ്പിക്കല്ലേ, അല്ലെങ്കിൽ നിന്റെ കഥയും കഴിക്കും ഞാൻ. ഈ പെണ്ണുണ്ടല്ലോ, ഇവളെ കൊല്ലാനാണ് പൈസ. കുറെ നേരമായി ചിലച്ച് നിൽക്കുക. നീ വേഗം പൈസ കൊണ്ടുവാ. ഈ പെണ്ണിനെ കൊന്നു കളഞ്ഞിട്ട് വീട്ടിൽ പോകാനുള്ളതാ. കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓ മൈ ഗോഡ്, അപ്പൊ ശരിക്കും അങ്ങനെ ഒരാളുണ്ടോ എന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന? പിന്നെ കേൾക്ക്, പോകുന്ന വഴിക്ക് ബോറടിക്കുകയാണെങ്കിൽ നീ വേണമെങ്കിൽ ഇവളോട് സംസാരിച്ചോ. കൊടുക്കട്ടെ? ഇതവനല്ലേ
എന്നെ കൊല്ലാൻ വേണ്ടി നിനക്ക് പൈസ തന്നവൻ ആ പാവം പെണ്ണിനെ കൊലയ്ക്ക് കൊടുത്തത് ഇവൻ തന്നെയല്ലേ? അവനോട് നീ പറഞ്ഞേക്ക് അവനൊരു പേടിത്തൊണ്ടനാണെന്ന്. എടാ വൃത്തികെട്ടവനെ, നീ പേടിച്ച് ഫോണിൽ കൂടെ തന്നെ സംസാരിച്ചോണ്ട് അവിടെ ഇരുന്നോ? നാണോ ഇല്ലാത്തവൻ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ മുന്നിലേക്ക് വാ. അടിച്ച് നിന്റെ എല്ലാം ഒടിച്ചില്ലെങ്കിൽ എന്റെ പേര് സൃഷ്ടി എന്നല്ല. അവന് ഭയങ്കര പേടിയല്ലേ? ഞാൻ പോലീസിനോട് പോയി എല്ലാം പറഞ്ഞു കൊടുത്ത് അവനെ എക്സ്പോസ് ചെയ്യുമെന്ന്. ആ അത് തന്നെ ചെയ്യും ഞാൻ. 100% ഞാൻ അത് തന്നെ ചെയ്യും. ഓ അടിപൊളി. നിനക്കറിയോ നിന്റെ ഈ കാര്യത്തിലാണ് ഞാൻ വീണുപോയത്. വലിയ ദേഷ്യക്കാരിയാണല്ലോ. ആ കഴുതേ മണ്ട ശിരോമണി. നിനക്കെന്താ ഇവളോട് സംസാരിക്കണ്ടേ? പറ പറ പറ. ടൈം പാസ് ആവൂല്ലോ നിനക്ക്. സംസാരിക്ക. ഭ്രാന്തായ നിനക്ക്? എന്താ നീ അബദ്ധത്തിൽ പോലും അങ്ങനെ ചെയ്യരുത്. എനിക്ക് ആ പെണ്ണിനോട് സംസാരിക്കാൻ പോലും പറ്റില്ല. അബദ്ധത്തിൽ പോലും എന്റെ പേര് അവളോട് പറയരുത്. ഡു യു ഗെറ്റ് ദാറ്റ്? അയ്യോ, അതൊക്കെ ഇനി വലിയ ബുദ്ധിമുട്ടാവുമല്ലോ. അതിനിവൾക്ക് നിന്റെ പേര് നേരത്തെ അറിയാലോ. വാട്ട്? എടാ മണ്ട. എടാ കള്ള കാമുക, ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. അവൾക്ക് നിന്റെ പേര് അറിഞ്ഞേ മതിയാവുന്ന പറയുന്നേ. ചുമ്മാ ചെലച്ചോണ്ടിരിക്കുക ഇവള്. നിനക്കറിയോ നിന്റെ പേര് പറഞ്ഞതാന്ന് പറഞ്ഞ് ഇവളെന്നെ ഭ്രാന്ത് പിടിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ നീ തന്നെ പറ. നിന്റെ പേരങ്ങ് പറഞ്ഞു കൊടുത്താൽ എന്റെ സകല ടെൻഷനും മാറിക്കിട്ടും. പറയരുത്, എന്റെ പേര് മാത്രം പറയരുത്. അബദ്ധത്തിൽ പോലും അങ്ങനെ ചെയ്യരുത്. നോക്ക്, എനിക്ക് അവന്റെ പേര് പറഞ്ഞതാ. എനിക്ക് അവന്റെ പേര് അറിയണം. കേട്ടോ അവള് ചോദിക്കുന്ന കേട്ടോ. ഞാൻ പറയട്ടെ, വേഗം പറയേ. വേണ്ട ദയവായി എന്റെ പേര് പറയരുത്, മനസ്സിലായോ? ഓക്കെ, എന്റെ പേര് പറയരുതെന്ന്. ഞാൻ നിനക്ക് ഇനിയും പൈസ തരാം. ഓക്കെ, അഥവാ നീ എന്റെ പേര് പറയാതിരിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഇനിയും പൈസ തരാം. എന്താ പറഞ്ഞേ? നീ കേട്ടത് തന്നെ. ഞാൻ നിനക്ക് ഇനിയും പൈസ തരാം. അഥവാ നീ എന്റെ പേര് പറയാതിരിക്കുകയാണെങ്കിൽ മാത്രം. കൊള്ളാലോടാ എന്റെ സിംഹക്കുട്ടി. ആളെ കളിയാക്കല്ലേ. പെട്ടെന്ന് നീ പൈസ എത്തിക്ക്, മനസ്സിലായോ? വെക്കണോ? ഇവന്റെ ഒരു കാര്യം. ശരു വണ്ടി, നിങ്ങൾ രണ്ടാളും എന്റെ കൂടെ വാ. നിങ്ങളുടെ മറ്റേ പിള്ളേരല്ലേ, അവന്മാരെ കൂടെ ഇങ്ങോട്ട് വിളിച്ചോ. ഇവളെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് വാ. എടാ പേടിത്തുണ്ടാ? നിനക്കെന്താ പേടിയാണോ അവന്റെ പേര് പറയാൻ? ധൈര്യമില്ലേ നിനക്ക്? പറ. നോക്ക്, നീ ഇന്ന് എന്നെ എന്തായാലും കൊല്ലാൻ പോവാ. എനിക്ക് അറിയാനുള്ള അവകാശമുണ്ട് എന്നെ ആരാ കൊല്ലുന്നതെന്ന്. എനിക്കത് അറിയണം. അവന്റെ പേര് പറ. എനിക്കറിയണം അവന്റെ പേരെന്താന്ന്. പറയട്ടെ, എന്താ കാര്യമെന്നറിയോ? നിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് ഇത്തിരി പ്രശ്നമാണ് മോളെ. കുറച്ച് സ്നേഹത്തോടെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കതിനെ പറ്റി ആലോചിക്കായിരുന്നു. പറയണ കാര്യം. സോറി പ്ലീസ് ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യാം. അവന്റെ പേരൊന്നും എനിക്ക് പറഞ്ഞതാ. നോക്ക്, എന്തായാലും ഞാനിന്ന് മരിക്കാൻ പോവാ. എനിക്ക് അറിയാനുള്ള അവകാശമുണ്ട് എന്റെ മരണത്തിന് പിന്നിൽ ആരാണെന്ന്. പ്ലീസ് എനിക്ക് അവന്റെ പേരറിയണം. എന്റെ അവസാനത്തെ ആഗ്രഹം സാധിച്ചതാ. പ്ലീസ്. ഈടാ ആകാശേ, ഈടാ സേതു ഇവളെന്നെ ഇമോഷണൽ ആക്കി കളഞ്ഞല്ലോടാ. ഞാൻ ആലോചിക്ക, പറഞ്ഞു കളഞ്ഞേക്കാ ഇവളോട്. പറയട്ടെ? പ്ലീസ്. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണോ? അല്ല, ഇന്നെങ്ങനെ നിന്റെ ബർത്ത്ഡേ ആവും? ആദ്യം ഇന്ന് നിന്റെ ഡെത്ത് ഡേ അല്ലേ? കേൾക്ക്, നിനക്കൊരു കാര്യം അറിയാമോ? നിന്നെ കൊന്നാൽ നമുക്ക് എത്രമാത്രം പൈസയാ കിട്ടാൻ പോകുന്നെന്ന് അറിയാമോ? പിന്നെ നിന്നോട് അവന്റെ പേര് പറയാതിരുന്നാൽ വീണ്ടും ഒരുപാട് പൈസ കിട്ടും. പക്ഷെ എന്താന്നോ, നീ നല്ല പെൺകുട്ടിയാണ്. നീ നിന്റെ അന്തസ് കൈവിട്ടില്ല, അഭിമാനം കൈവിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആലോചിക്കുകയാണ് സേതു, ഇവളോടെ പേരങ്ങ് പറഞ്ഞേക്കാം. പറഞ്ഞില്ലേ അങ്ങനെ പറയാൻ പറ്റില്ല എന്ന്. പക്ഷെ എന്റെ ഈ ഹൃദയമുണ്ടല്ലോ, അത് പറയുന്നത് നിന്നോട് ഇതെങ്കിലും പറയണമെന്നാണ്. അത് നിന്നെ നന്നായി അറിയുന്ന ഒരാളാ. അതും വളരെ അടുത്തറിയാവുന്ന ഒരാള്. എടോ, അത് എനിക്കും അറിയില്ലായിരുന്നേ. എന്റെ ഈ പിള്ളേരുണ്ടല്ലോ, അവരാണ് എന്നോട് പറഞ്ഞത്. ബോസ് ഏതോ അടുത്തൊരു ബന്ധുവാണെന്ന്. ഇനി നീ തന്നെ പറ. ഞാനൊരു കോർപ്പറേറ്റ് ആണ്. എത്ര ജോലി ചെയ്യണം എനിക്ക്? എത്ര ആളുകളെ സന്തോഷിപ്പിക്കേണ്ടി വരും എനിക്ക്? അഥവാ ആളുകളെ സന്തോഷിപ്പിക്കാതിരുന്നാൽ അടുത്ത പ്രാവശ്യം ആരും വോട്ട് ചെയ്യില്ല. അപ്പൊ നമ്മുടെ ഈ പിള്ളേര് തന്നെ എന്നോട് പറഞ്ഞത്, ബോസ് ഏറ്റവും അടുപ്പമുള്ള ആള് തന്നെയാണെന്ന്. അതായത് ഫാമിലിയോട് ഏറ്റവും അടുത്ത ആൾ. ഇല്ല, നിങ്ങൾ കള്ളം പറയാ. നീ കള്ളം പറയുവാ. എന്റെ ഫാമിലിയിൽ അങ്ങനെ മോശമായിട്ടുള്ള ആൾക്കാരില്ല. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് അകന്ന ബന്ധം പോലും ഇല്ല. ഇടി പൊട്ടി, അത് തന്നെയാ ഞാനും പറഞ്ഞത്. അകന്ന ബന്ധമല്ല, അടുത്ത ബന്ധത്തിലേത് തന്നെയാ.
നോക്കുമോളെ, ഞാൻ നിനക്ക് വ്യക്തമാക്കി തരാം. എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാം. ഈ ഒരു കൊട്ടേഷനും സംഭവമൊക്കെ എപ്പോഴും തരുന്നതേ അത് മിക്കവാറും അടുത്ത ബന്ധമുള്ളവർ തന്നെയാവും. അതാവുമ്പോ ബന്ധുക്കൾക്കൊന്നും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. നിന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ പ്രയോജനമെന്നല്ലേ? ഈ ജന്മത്തിൽ എന്തായാലും പ്രയോജനം ഉണ്ടാകില്ല. പോട്ടെ, കുഴപ്പമില്ല. അടുത്ത ജന്മത്തിലെങ്കിലും പ്രയോജനപ്പെടുമല്ലോ. ആരങ്ങനെ ഒരാള് എന്റെ കുടുംബത്തിലെ തന്നെയുള്ള എന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ഒരാള്? ഒന്ന് നോക്ക്, മെഷീൻ ഗണ്ണിന്റെ ഗോലികളൊക്കെ തീർന്നു പോയോ? തീർന്നു പോയോ നിന്റെ ചിലപ്പ്? ഈ നിഖിലേട്ടനോട് നീ ശബ്ദം ഉയർത്തി സംസാരിക്കുമല്ലേ? എന്നോട് കളിക്കാൻ വരുന്നവർക്കുള്ള പണി എന്തായാലും ഞാൻ കൊടുത്തിരിക്കും. എന്തൊക്കെ ചെയ്തിട്ടായാലും. മനസ്സിലായോ? വണ്ടി നിർത്ത്. എന്തു പറ്റി രോഹിതേടാ? നോക്ക്, ഈ വാൻ തന്നെയല്ലേ നീ നേരത്തെ പറഞ്ഞേ? നീ കച്ചേരിപ്പടി വെച്ച് കണ്ടു പറഞ്ഞ വണ്ടി അത് ഈ വാൻ തന്നെ രോഹിതേട്ടാ, എനിക്ക് 100% ഉറപ്പാ ഈ വാൻ തന്നെയാ. പ്രീത, എനിക്ക് തോന്നുന്നത് സൃഷ്ടി ഇതേ വാനിൽ തന്നെ ഉണ്ടാവുന്നതാണ്. ഇവിടെ ഇത്രയും വിജനമാണല്ലോ, ഇവിടെ ഒരാളെ കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് സൃഷ്ടി ഇതിൽ തന്നെ ഉണ്ടെന്നാണ്. ഉറപ്പായിട്ടുണ്ട്, സൃഷ്ടി അതിനകത്ത് തന്നെ ഉണ്ടാവും. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വേണ്ട പ്രീത, ഞാൻ ഉദ്ദേശിച്ചത് വെപ്രാളം പിടിച്ച എന്തെങ്കിലും ചെയ്തു വെച്ച് റിസ്ക് എടുക്കണ്ടെന്നാ. ഐ മീൻ, അവർ സൃഷ്ടി ഈ വാൻ എന്തിനാ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്? ആരെങ്കിലും ബൈ ചാൻസ് കാണില്ലേ? റൈറ്റ്? ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഡിസൈഡ് ചെയ്യ് എന്ത് ചെയ്യണമെന്നാ. ഞാൻ എന്തായാലും പോയി നോക്കാൻ പോവാം. സമീർ, എന്തെങ്കിലും ചെയ്യുമ്പോൾ വളരെ ആലോചിച്ച് ചെയ്യുക. വെപ്രാളപ്പെട്ട് ചെയ്യല്ലേ. ഏറെ അപകടം പിടിച്ച കളിയാണിത്. ഇക്കാര്യത്തിൽ ഇപ്പൊ തീരുമാനമായില്ലേ? ചേട്ടാ, ഒന്ന് ഇറങ്ങാൻ നോക്കാം. ഒന്ന് വേഗം നടക്കാൻ നോക്ക്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വാൻ കാലിയാ. സൃഷ്ടി ഇതിലെങ്ങുമില്ല. Oh my God, ഇത് സൃഷ്ടിയുടെ ബ്രേസ്ലെറ്റാ. ഇത് അവളുടെയാ. അതിന്റെ അർത്ഥം സൃഷ്ടി ഇതിലുണ്ടായിരുന്നു. സൃഷ്ടി ഇതിനകത്ത്. ഇതുപോലത്തെ ടോപ്പ് സൃഷ്ടിയുടെ കയ്യിലുണ്ട്. ഇത് സൃഷ്ടിയുടെ തന്നെയാ. ഇതിനർത്ഥം സൃഷ്ടി അവര് ബലം പ്രയോഗിച്ച് ഇവിടുന്ന് കൊണ്ടുപോയെന്നോ? നമ്മളിവിടെ നേരത്തെ വന്നിരുന്നെങ്കിൽ എന്റെ സൃഷ്ടി. ഫുട് പ്രിന്റ്സ്. ഇതിവിടെ അവസാനിക്കണല്ലോ. പക്ഷെ ഇതിന് മുന്നിലേക്ക് ഒന്നും കാണുന്നില്ലല്ലോ. അവിടെ ഇങ്ങോട്ടുള്ള വഴി അടച്ചേക്കാണല്ലോ. ഇവിടെ ചെക്ക് ചെയ്യാം. വരൂ. ഒരു മിനിറ്റ് നോക്കാം. അവിടെ ആരും ഇരിക്കുന്നുണ്ട്. അയാൾക്കറിയായിരിക്കും. ചേട്ടാ, തൊഴിലാളിയെ പോലെ ഇരിക്കുന്നത് ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സ് ആയിരിക്കും. അവിടെ പോയി ചോദിക്കാം, ചിലപ്പോൾ അവർ കണ്ടിട്ടുണ്ടെങ്കിലോ. ഒരു മിനിറ്റ്. നിങ്ങൾ എന്ത് നോക്കി നടക്കാം? മണ്ടന്മാരാണോ? ഐ മീൻ, അവന്മാരെ കണ്ടിരുന്നെങ്കിൽ ഇപ്പൊ കൊന്നേനെ. സെക്യൂരിറ്റി ഗാർഡ്സ് ഒന്നും അല്ല, അവരുടെ കയ്യിൽ തോക്കുണ്ട്. അവരുടെ കയ്യിൽ തോക്കുണ്ടോ? അതിന്റെ അർത്ഥം അവരുടെ കയ്യിൽ ഗണ്ണുണ്ട്. അങ്ങനെ കയറി ചെല്ലാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നേ. താനൊരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്. ഓക്കെ? എടി, നീ എന്താ ഈ ചെയ്യുന്നേ? അവന്മാരെല്ലാം കറങ്ങി നടക്കാം അവിടെ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് സൃഷ്ടി കണ്ടുപിടിക്കണം. അവിടെയല്ലേ നമുക്ക് രക്ഷിക്കണ്ടേ? അയ്യോ, തമാശ പറയാണല്ലേ? അവരെന്റെ ഫാൻസ് അല്ലേ? എന്റെ കൂടെ സെൽഫി എടുത്തിട്ട് സൃഷ്ടി വിടാനായിട്ട്. പിന്നെ പാട്ടും മടി ഹാരം വിട്ടുതരും എനിക്ക്. നീ എന്താ പൊട്ടനാണോ? അവരങ്ങ് വിട്ടുതരും അവളെ. പ്ലാനിങ് വേണം, പ്ലാനിങ്. കിരൺ പറയുന്നത് വളരെ ശരിയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്യണം എന്താ അവിടെ നടക്കുന്നതെന്ന്. സമീർ, ഒരു കാര്യം ചെയ്യ്. നീ അവിടെ പ്രീതയുടെ കൂടെ പോ. ഞാൻ കിരണിനോട് പോ. ഞാൻ പ്രീതയുടെ പോവാം. ശരി, പോ. ചെല്ലേ. വാ. നീ വാ.
എടാ നീ എന്തെങ്കിലും കേട്ടായിരുന്നു? ആരോ എന്തോ പറഞ്ഞ പോലെ. എടാ എന്താ ഇവിടെ പരിപാടി? ചേട്ടൻ പറഞ്ഞതാ ഒരാള് പൈസയും കൊണ്ട് വരുമെന്ന്. ഓർമ്മയുണ്ടാവണം, മനസ്സിലായോ?